നല്ലൊരു ഫിഷ് ബിരിയാണി ചെമ്പ് ഇങ്ങനെ തുറക്കുമ്പോൾ ഉള്ള മണം. ഓഹ്, ഇനി എന്തൊക്കെ ഡിഷ് ഉണ്ടെങ്കിലും നല്ലൊരു ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെ അല്ലേ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ടേ. അത് വൃത്തിയാക്കലാണ് ഇനി ഒരു വലിയൊരു ടാസ്ക്. അതിന്റെ ചിറകും തൊലിയുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം. വൃത്തിയാക്കിയ മീൻ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായി മുറിച്ച് മാറ്റിവെക്കാം. ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ ബിരിയാണിക്കായി മാറ്റാം. അപ്പോൾ ഫിഷ് ബിരിയാണിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം. സവാള വറുക്കാനായി സവാള അരിഞ്ഞു. അടുപ്പിലൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് സവാള ഇട്ട് ഇളക്കി ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ടൊന്ന് മൂപ്പിക്കാം. ചെറുതായി കളർ മാറുമ്പോൾ കിസ്മിസും ഇട്ട് മൂപ്പിച്ച് കോരി മാറ്റാം. ഈ വറുവലിലേക്ക് സ്വല്പം പഞ്ചസാര ഇട്ട് മിക്സ് ആക്കാം. അപ്പോൾ ഇങ്ങനെ ക്രിസ്പിയായി തന്നെ ഇരിക്കും. ഇനി ചതയ്ക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ചീരകം എല്ലാം കൂടി ചേർത്ത് ഒന്ന് ചതച്ച് വെക്കാം. ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ കുഴച്ച് പേസ്റ്റ് പോലെ ആക്കി. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ആക്കാം. മീൻ ഉടയാതെ മിക്സ് ആക്കണേ. ഇനി ചൂട് എണ്ണയിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളും ഇടാം. ഒരു വശം മൂക്കുമ്പോൾ തിരിച്ചും മറിച്ചുമിട്ട് ഒരു പാത്രത്തിലേക്ക് കോരാം. മീൻ നല്ലപോലെ മൂക്കണമെന്നില്ല കേട്ടോ, ബിരിയാണിക്കല്ലേ. ഇങ്ങനെ ഓരോ തവണയും ഇട്ട് മീൻ കഷ്ണങ്ങളെല്ലാം മൂപ്പിച്ചെടുത്തു. ഇനി അടുപ്പ് കത്തിച്ച് വെള്ളം വയ്ക്കാം. അതിലേക്ക് പട്ട, സ്റ്റാർ, ഏലക്ക, ഗ്രാമ്പു, വയനയില ഉണക്കിയത്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളപ്പിക്കാം. തിളച്ചു വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇടാം. അത് അവിടെ കിടന്ന് വേകുന്ന സമയം കൊണ്ട് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇട്ട് ഒന്ന് മൂത്തു വരുമ്പോൾ സവാളയും ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടാം. അതിലേക്ക് വയനയില ഇട്ട് നല്ലപോലെ ഇളക്കി അതിലേക്ക് ചതച്ച് വെച്ച മസാലക്കൂട്ട് നല്ലപോലെ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂത്തു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തക്കാളി, ഒരു 2-3 തക്കാളി, ധാരാളം മല്ലിയില ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. എല്ലാം കൂടി ഒന്ന് വരണ്ടു വരുമ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് ഒന്ന് ഇളക്കി നേരത്തെ മീൻ ഫ്രൈ ചെയ്ത ചട്ടി വെള്ളം ചേർത്ത് ഒന്ന് അലച്ചൊന്ന് ഒഴിക്കാം. മീനിൻ്റെ ഫ്ലേവർ എല്ലാം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി 1 ടേബിൾ സ്പൂൺ കറി മസാലയും തട്ടി ഒന്ന് ഇളക്കി മിക്സാക്കാം. ഈ കൂട്ട് തിളയ്ക്കുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ പതിയെ ഇട്ട് കൊടുക്കാം. പതിയെ ഒന്ന് ഇളക്കി മീൻ പൊടിഞ്ഞു പോകാതെ ഇളക്കി മസാലയും മീനുമായി ചേരണം. നല്ലപോലെ തിളയ്ക്കുമ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ ഇടാം. ഇത് ആദ്യമായാണ് ഈ സ്പൈസ് ഇടുന്നത്. ഊട്ടിയിൽ നിന്ന് ഒരു സ്പൈസസ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഇട്ട് ഒന്ന് ഇളക്കി ഒരു മൂടി കൊണ്ട് മൂടി വെച്ച് സെറ്റാക്കാം. ബിരിയാണി അരി വെന്തു, ഊറ്റിയെടുക്കാം. ഇനി മസാല തുറന്ന് മസാല ഒന്ന് ഇളക്കി അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റാം. ദം ചെയ്യാനാണേ. ഇനി മസാലയിലേക്ക് വെന്ത ബിരിയാണി ചോറ് കുറേശ്ശെയായി ഇട്ട് ഒന്ന് നിരത്തി അതിൻ്റെ മുകളിൽ കറി മസാലയും തൂകി നെയ്യും ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഫിഷ് മസാലയും തട്ടി ഒന്ന് സ്പൂൺ കൊണ്ട് നിരത്തി. അതിൻ്റെ മുകളിൽ ചോറിട്ട് നിരത്തി കറി മസാലയും തൂകി നെയ്യും ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന വറുവൽ മുകളിലേക്ക് നിരത്തി മല്ലിയിലയും ഇട്ട് അടപ്പ് കൊണ്ട് മൂടി. ഇനി സിം ചെയ്ത് വെക്കാം. ബിരിയാണി ഒന്ന് ആവി കയറട്ടെ. ആ സമയം കൊണ്ട് പപ്പടം പൊരിക്കാം.
ബിരിയാണിയുടെ അടപ്പ് മാറ്റി. നല്ല ആവി വന്ന് ബിരിയാണി നല്ല സെറ്റ് ആയിട്ടുണ്ടേ. ഉഫ്, എന്താ മണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു വശത്തു നിന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി ഒരു പാത്രത്തിലേക്ക് കോരാം. ബിരിയാണിയിലേക്ക് വറുത്ത കിസ്മിസ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബിരിയാണിയും കുറച്ച് സലാഡും ഇച്ചിരി നാരങ്ങ അച്ചാറും പപ്പടവും ഇതെല്ലാം കൂട്ടി ഒന്ന് കുഴച്ച് മീൻ മസാലയിൽ നിന്ന് ഒന്ന് നുള്ളി ഒരു ഉരുള ചോറ്. ഓഹ് എൻ്റെ പൊന്നോ, എന്നാ ടേസ്റ്റാന്നേ.